പിക്ചർ നോക്കിയിട്ട് ഒരിക്കലും പ്രോഡക്റ്റ് സെലക്ട് ചെയ്യരുത്. ഉദാഹരണത്തിന് ഒരു ഗെയിമിംഗ് ചെയർ 5 റിയാൽ, ഉടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ടില്ലേ പണി. ഇത് ഒരിക്കലും ഒരു അൺബോക്സിങ് വീഡിയോ അല്ല. ഈ വീഡിയോയിൽ തെമു എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം, തെമു ആപ്ലിക്കേഷനിൽ നിന്നും ഷോപ്പിംഗ് നടത്തിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. GCCയിലും മറ്റ് യൂറോപ്പ് കൺട്രികളിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമാണ് തെമു. ഫസ്റ്റ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീഡ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫീഡിൽ തെമുവിൽ നിന്നും ഒരു റിക്വസ്റ്റ് വരും, നിങ്ങൾക്ക് 4 ഗിഫ്റ്റുകൾക്ക് എലിജിബിൾ ആണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തെമുവിൽ നിന്നും എത്രത്തോളം വിശ്വാസയോഗ്യമാണ്, ക്യാഷ് ഓൺ ഡെലിവറി, കാർഡ് ഓൺ പേയ്മെൻറ്റ് എത്രത്തോളം സക്സസ്ഫുൾ ആണ്, വിജയകരമാണ്, ഈ വീഡിയോ കാണുമ്പോൾ എല്ലാ സംശയങ്ങളും തീരും. തെമുവിലെ അനുഭവം, ഇൻസ്റ്റാഗ്രാം ഫീഡ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തെമുവിൻ്റെ ഒരു ഓഫർ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രസ് ചെയ്തിട്ട് ആപ്ലിക്കേഷനിൽ പോയി, തെമുവിൻ്റെ ആപ്ലിക്കേഷനിൽ പോയി. അപ്പോൾ ഉടനെ തന്നെ സ്ക്രീനിൽ 4 ഫ്രീ ഗിഫ്റ്റ്, നിങ്ങൾക്ക് എന്തും സെലക്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം അതിൽ നോക്കുമ്പം 6 റിയാൽ, 8 റിയാൽ, 12 റിയാൽ, 40 റിയാലിൻ്റെ ഒക്കെ പ്രോഡക്റ്റാണ് ഫ്രീ ആയിട്ട്. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് എൻ്റെ കാർട്ടിൽ വെച്ചു. അവിടുത്തെ കണ്ടീഷൻ വന്നു, മിനിമം ഇത്ര എമൗണ്ട് പർച്ചേസ് ചെയ്യണം, ഈ ഫ്രീ ഐറ്റം എലിജിബിൾ ആണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, കുറച്ച് കാലങ്ങളായിട്ട് വാങ്ങാൻ ആഗ്രഹമുള്ള കുറച്ച് സാധനങ്ങളെ വീണ്ടും എൻ്റെ കാർട്ടിലേക്ക് സെലക്ട് ചെയ്ത് വെച്ചു. ഏകദേശം ഒരു 15 റിയാലിൻ്റെ പ്രോഡക്റ്റ്. ഈ 4 ഫ്രീ ഐറ്റമും കൂടാതെ ഞാൻ സെലക്ട് ചെയ്ത ഒരു 6 ഐറ്റമും എൻ്റെ കാർട്ടിൽ നിന്ന് ഞാൻ പേയ്മെൻറ്റ് ഓപ്ഷനിൽ വന്നു. അപ്പോൾ അവിടെ ചോദിക്കുന്നു അഡ്രസ്സ് കറക്റ്റ് ഫില്ല് ചെയ്തു. ശേഷം പേയ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് ആപ്പിൾ പേ അല്ലെങ്കിൽ സാംസങ് പേ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതും അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ 2.5 റിയാൽ അഡീഷണൽ കൊടുക്കണം. അപ്പം ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ ഒരു ചാർജില്ല. ആ പറഞ്ഞ ടോട്ടൽ എല്ലാം ഓക്കെ. 2-ാം തീയതി ആണെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് 16-ാം തീയതിയാണ്. കാരണം അത് ചൈനയിൽ നിന്നാണ് വരുന്നത്. 16-ാം തീയതി ആയിട്ട് അത് എത്തിയിട്ടില്ലെങ്കിൽ പെർ ഡേ 1.5 റിയാൽ നമ്മളെ അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യും. നമ്മൾ ആ പ്രതീക്ഷയിലും ഈ സാധനം വരുമോ ഇല്ലേ എന്നൊക്കെ പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് കറക്റ്റ് 10-ാമത്തെ ദിവസം സാധനം കോൾ വരുന്നു, സാധനം എത്തിയിട്ട് കൊണ്ടുവന്നു. ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറുകളിൽ ചെന്നിട്ട് നോക്കുമ്പം ആ പ്രൈസും ഇതിലുള്ള പ്രൈസും ഭയങ്കര വ്യത്യാസമാണ്. ക്വാളിറ്റി നമ്മൾ ഉപയോഗിച്ചിട്ട് തന്നെ അറിയണം. രണ്ടാമത്തത്, അല്ല, ഫോട്ടോ കണ്ട് ഒരിക്കലും ഓർഡർ ചെയ്ത് ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് നോക്കിയിട്ട് മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. വിശ്വാസയോഗ്യമാണ്, റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് GCC രാജ്യങ്ങളിൽ എവിടെയും കിട്ടും. പക്ഷേ ഇന്ത്യയിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ആപ്ലിക്കേഷൻ അവിടെ റെഡി ആയിട്ടില്ലതെന്ന്. അവിടെ അലിബാബ, ഫ്ലിപ്കാർട്ട്, മീഷോ അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ GCC നിൽക്കുമ്പം ഈ ടെമു ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്രീ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് നമുക്കൊന്നും അത്ര വിശ്വാസമില്ലായിരുന്നു. പക്ഷെ അന്ന് അത് ഷെയർ ചെയ്ത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയ എല്ലാവർക്കും അന്ന് ഇത് കിട്ടിയിട്ടുണ്ട്. സോ തെമുവിൻ്റെ എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് 100ക്ക് 100 ആണ്. ഇനി മറ്റൊരു പ്രത്യേകത, നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ റിട്ടേൺ ആക്കി കഴിഞ്ഞാൽ ചെറിയ വാല്യൂവിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണെങ്കിൽ അവർ റിട്ടേൺ എടുക്കില്ല, അവർ റീഫണ്ട് ചെയ്ത് തരും. നമ്മളെ എത്രയാണോ പേയ്മെൻറ്റ് നടത്തിയത് അതിൻ്റെ ചെറിയൊരു ടാക്സ് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കി പേയ്മെൻറ്റ് നമ്മളെ അക്കൗണ്ടിൽ വരും. ആ പ്രോഡക്റ്റ് പിന്നെ നമുക്ക് ഉപയോഗിക്കുകയോ കളയുകയോ അല്ലെങ്കിൽ മറ്റവർക്കും ഡൊണേറ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ലിമിറ്റ് വാല്യൂ ആണ് കേട്ടോ. അത് വിചാരിച്ച് ഒരു സാധനം മേടിച്ചിട്ട് ഉടനെ തന്നെ റിട്ടേൺ ആക്കി അങ്ങനെയല്ല, ലിമിറ്റ്, ചെറിയ വാല്യൂ ഉള്ള സാധനങ്ങൾ. അപ്പോൾ ചില ആഗ്രഹമുള്ള സാധനങ്ങൾ സ്റ്റോറിലൊക്കെ ചെന്നിട്ടുള്ള റേറ്റ് നോക്കിയിട്ട് ടെമുവിൽ നിന്ന് ചൈന പ്രോഡക്റ്റാണ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, വിശ്വാസയോഗ്യമാണ്. ഇത്രയുമാണ് എൻ്റെ ടെമുവിലെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. താങ്ക് യു.